ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളെ ഹോളിവുഡ് സൈഡിൽ നിന്ന് ഒരു മൂവി റിലീസായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള ആ ഒരു മൂവി. പേഴ്സണലി ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു റിവ്യൂ നോക്കി വന്നത് ചിലപ്പോൾ ഈ ഒരു പടം നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ആ ഒരു രീതിയിൽ ഞാനൊരു റിവ്യൂ പറയുകയാണെങ്കിൽ ഈ ഒരു പടം നിങ്ങളെ എന്തായാലും നിരാശപ്പെടുത്തത്തില്ല. പക്ഷേ ഈ ഒരു പടം നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൻ്റെ ഫ്രാഞ്ചൈസി തുടർന്ന് കണ്ടുവരുന്നവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു സ്പെഷ്യൽ മൂവി തന്നെ ആയിരിക്കും. അതായത് ഞാൻ ഈ ഒരു സീസണിൻ്റെ ട്രയോളജി വെച്ചിട്ട് മാത്രമല്ല പറയുന്നത്, 1968 തൊട്ട് വന്നിട്ടുള്ള എല്ലാ മൂവീസും ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. കാരണം ഇതിനകത്തുള്ള പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു റിവ്യൂ കാണാൻ വേണ്ടി വന്നവർക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു മൂവി തന്നെയാണെന്ന്. അപ്പം ഇനി നമ്മൾ ഈ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലർ റിവ്യൂ ആണ്. എനിക്ക് ഈ ഒരു സ്പോയിലർ റിവ്യൂ വയ്ക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രത്തോളം കുറേ കാര്യങ്ങൾ ഈ ഒരു പടത്തിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് പല തിയറീസും ബ്രേക്ക് ഡൗൺസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഇതിനടുത്ത് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പോയിലർ റിവ്യൂ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ ബ്രേക്ക് ഡൗണും കാര്യങ്ങളും, അതായത് ഈ ഒരു പടത്തിനകത്ത് വന്നിട്ടുള്ള പല സംഭവങ്ങളെയും പറ്റി സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റ് ഈ ഒരു പടത്തിനകത്ത് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചുരുക്കി നമ്മുടെ ഈ ഒരു സ്പോയിലർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു പടത്തിൻ്റെ ഡയറക്ഷൻ, അതായത് നമ്മുടെ വെസ്റ്റ് ബോൾ എന്നുള്ള ഡയറക്ടറാണ് ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വെസ്റ്റ് ബോളിന് നമുക്കറിയാം മെയ്സ് റണ്ണർ ട്രയോളജിയൊക്കെ എടുത്തിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. അപ്പം ആ ഒരു പടമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പം ആ ഒരു ടൈപ്പിൽ, അതായത് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കിടിലം ഫ്രാഞ്ചൈസി തന്നെയായിരുന്നു നമ്മുടെ മെയ്സ് റണ്ണർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു പുതിയ ഒരു തുടക്കമാണ് നമ്മുടെ ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി ഫ്രാഞ്ചൈസിക്കകത്ത് നമ്മുടെ വെസ്റ്റ് ബോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എക്സ്ട്രാ 2 പടം കൂടെ നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസിക്കകത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിൻ്റെ റേഞ്ച് ഇനി മാറാൻ പോവുകയാണെന്നുള്ള കാര്യം ഈ ഒരു പടം കണ്ട് ആ ഒരു എൻഡിങ് മനസ്സിലായിട്ടുണ്ടവർക്ക് ആ ഒരു സംഭവം കത്തിയിട്ടുണ്ടായിരിക്കും. ഇത് ഫ്രഷ് ആയിട്ട്, അതായത് റീസെൻ്റ് ട്രയോളജി മാത്രം കണ്ടുവരുന്നവർക്ക് ആ ഒരു സംഭവങ്ങളെ പറ്റിയിട്ട് യാതൊരു ഐഡിയയും കിട്ടി കാണത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു എൻഡിങ് കണ്ട സമയത്ത് ഭയങ്കര എക്സൈറ്റഡായി മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ ഒരു വീഡിയോ ഇങ്ങനെ സ്പോയിലറാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പം ഇതിന് ശേഷം നമ്മൾ ഈ ഒരു പടത്തിനകത്ത് വന്നിട്ടുള്ള ആക്ടേഴ്സിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എടുത്ത് പറയാം നമ്മുടെ ഓവൻ ടീക്ക്, അതായത് നമ്മുടെ നോവ എന്നുള്ള എയ്പ്പായിട്ട് വന്നിട്ടുള്ള ഓവൻ ടീക്ക് എന്നുള്ള ആക്ടർ ഇതിനകത്ത് നോവ എന്നുള്ള ആ എയ്പ്പിനെ കിഡിലുമായിട്ട് തന്നെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ടുള്ള 2 എക്സ്ട്രാ എയ്പ്പ് ഉണ്ട്. അതിനകത്ത് സൂണ എന്നുള്ളൊരു എയ്പ്പിനെ കാണിക്കുന്നുണ്ട്. അതേപോലെ അനയ എന്നുള്ളൊരു എയ്പ്പിനെയും നമ്മുടെ നോവയുടെ ഫ്രണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയും ഈ ഒരു പടത്തിനകത്ത് ഒരു ട്രയോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി വരുന്ന ഫ്രാഞ്ചൈസികളിനകത്തും ഈ ഒരു 3 ക്യാരക്ടേഴ്സും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഈ ഒരു പടത്തിനകത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എൻഗേജിങ് ക്യാരക്ടറായിരുന്നു നമ്മുടെ റാക്ക എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പം ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും നടന്നത്, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നെങ്കിലും ചിലതൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ നമുക്ക് ഈ ഒരു പടത്തിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ റാക്ക എന്നുള്ള ഒരു ക്യാരക്ടറിനെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതൊരു സ്പോയിലർ റിവ്യൂ ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്, നമ്മുടെ റാക്ക ഇനി ഫ്യൂച്ചർ മൂവീസിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പടം കണ്ടിട്ടുള്ളവർക്കറിയാം റാക്കയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അത് ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല, ഓൾമോസ്റ്റ് ഇത്രയും തന്നെ നല്ല സ്പോയിലറാണ്. അപ്പോൾ എന്തായാലും റാക്കയ്ക്ക് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രയാലൻ്റെ മെയ് എന്നുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഇത് നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ സീസണിൻ്റെ ട്രയോളജി മാത്രം ഫോളോ ചെയ്ത് വരുന്നവർക്കും ഈ ഒരു ക്യാരക്ടറിന് ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടായിരിക്കത്തില്ല. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ 1968 മൂവീസൊന്നും കണ്ടിട്ടില്ല, അതിൻ്റെ ഫോളോവേഴ്സ് അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു നോർമൽ ഹ്യൂമൻ ക്യാരക്ടറായിട്ട് മാത്രമേ നമ്മുടെ ഒരു മെയിനെ തോന്നത്തുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു മെയിൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു പടത്തിലും ഇനി വരാൻ പോകുന്ന ഫ്രാഞ്ചൈസിയിലും. അപ്പം എന്തായാലും ഈ ഒരു ഫ്രയാലൻ ഈ ഒരു ക്യാരക്ടറിനെ അടിപൊളിയായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എടുത്ത് പറയേണ്ട ക്യാരക്ടറാണ് നമ്മുടെ പ്രോക്സിമ സീസർ എന്നുള്ള ആ ഒരു എയ്പ്പ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് വില്ലൻ ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു പടത്തിൻ്റെ പകുതി കഴിഞ്ഞ് ആ ഒരു സെക്കൻഡ് ഹാഫ് സമയത്ത് തൊട്ടാണ് നമ്മുടെ പ്രോക്സിമ സീസറിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള. എനിക്ക് പേഴ്സണലി ചെറിയതായിട്ടൊരു ഇത് തോന്നിയത്, ഈ ഒരു ക്യാരക്ടറിനെ ഇച്ചിരി കൂടെ കാണിക്കായിരുന്നു. പക്ഷേ അത്രയും ഓവറായിട്ട് കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം ഇതൊക്കെ മൃഗങ്ങൾ തന്നെയാണ്. അപ്പം നമ്മളെ ഹ്യൂമൻ ടൈപ്പ് വില്ലനിസം ഒന്നും കാണിക്കേണ്ട ആ ഒരു പ്രതീക്ഷിക്കൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ ആ ഒരു കോബ ലെവൽ വന്നില്ലെന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. പക്ഷേ എന്തായാലും ഒരു നല്ലൊരു ഡീസൻറ്റ് വില്ലനായിട്ടൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ മെയിൻലി എടുത്ത് പറയേണ്ട വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ നമ്മൾ പോസ്റ്റേഴ്സിനകത്തായാലും ട്രെയിലേഴ്സിനകത്തായാലും നമ്മൾ പരുന്തുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഈഗിൾസ് അല്ലെങ്കിൽ പരുന്തുകൾക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പടത്തിനകത്ത് കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പടം കണ്ടവർക്കറിയാം. അതായത് നമ്മുടെ നോവ എന്നുള്ള ആ ഒരു എയ്പ്പ് വളരുന്ന ക്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈഗിൾ ക്ലാൻ എന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇവർ പരുന്തുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരുടെ ആ ഒരു പദവി അത്ര ഒരു ലെവലിലായി വരുന്ന സമയത്ത്
അവർക്ക് ഓരോ ഈഗിളിനെ കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് സത്യത്തിൽ മൊത്തം സെപ്പറേറ്റ് ഇപ്പോൾ നമ്മുടെ ലോകത്ത് പല പല രാജ്യങ്ങളുള്ള പോലെ ഇപ്പോൾ എയ്വ്സ് പല പല സിവിലൈസേഷനായിട്ട് പിരിഞ്ഞ് പല ക്ലാൻസായിട്ട് അവർ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു പടത്തിൽ കൂടെ കാണിച്ചും തന്നിട്ടുള്ളത്. അതിനുശേഷം എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ വീഡിയോയിലും സദ്യയ്ക്ക് അച്ചാറില്ല എന്നുള്ള പറയുന്ന പോലെ ഞാൻ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഈ ഒരു മൂവി, അതായത് കിങ്ഡം എന്നുള്ള ഈ ഒരു മൂവി 300 സീസറിൻ്റെ ട്രാളജിക്ക് ശേഷം 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വേൾഡ് ബിൽഡിംഗ് എല്ലാം എടുത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു 300 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരില്ലാതെ ഈ ഒരു ഭൂമിയുടെ അവസ്ഥ എങ്ങനെ ആവും, അതായത് മനുഷ്യരുടെ ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഏത് അവസ്ഥയിൽ പോയി എത്തിപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഈ ഒരു വേൾഡിൽ എടുത്ത് കാണിച്ചും തന്നിട്ടുണ്ട്. പിന്നീട് ആ ഒരു നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഇത്രയും കാര്യങ്ങൾ കൊണ്ടല്ല ഞാൻ ഈ ഒരു പടത്തിന് എക്സൈറ്റഡ് ആയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് നമ്മുടെ മെയ് എന്നുള്ള ക്യാരക്ടർ കൊണ്ട് അവസാനം എത്തിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1968 മൂവി ഫോളോ ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതെങ്ങോട്ടാണ് ഈ ഒരു സ്റ്റോറി ലൈൻ പോകാൻ പോകുന്നതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി നല്ല രീതിക്ക് ഹൈപ്ഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് മൂവിക്ക് നല്ല മരണ വെയിറ്റിംഗ് തന്നെയാണ്. അതേപോലെ ഞാൻ മറന്നൊരു സംഭവമാണ്, ഇപ്പോൾ എടുത്ത് പറയാൻ മറന്നൊരു സംഭവമാണ്, ഈ ഒരു മൂവിക്കകത്ത് 1968 വന്നിട്ടുള്ള പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവിക്കകത്തുള്ള പല സ്കോറും, അതായത് പല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിനകത്ത് അടിപൊളിയായിട്ട് തന്നെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് സെയിം ഒറിജിനൽ ട്രാക്ക് തന്നെ അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു മൂവിക്കകത്തുള്ള പല ഷോട്ട്സുകളും ഇവിടെ റിപ്ലിക്കേറ്റും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഡയറക്റ്റ് റെഫറൻസ് ഒക്കെ എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു മൂവി എക്സ്പ്ലനേഷൻ അല്ല, ആ ഒരു മൂവി കണ്ടവർക്കായിരിക്കും ഇച്ചിരി കൂടെ ബെറ്ററായിട്ടത് ഫീൽ ആവുന്നത്. അതായത് ആ ഒരു റെഫറൻസും ആ ഒരു ഈസ്റ്റർ എഗ് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം വരും. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസർ എന്നുള്ള ക്യാരക്ടറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പടത്തിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് അവരെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സീസറിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ, വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ സീസർ മരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് തൊട്ടിട്ടുള്ള ഇൻസിഡൻസ് നമുക്ക് ഇവിടെ കാണിച്ച് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പടത്തിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ ഒരു പക്ക കണ്ടിന്യൂഷൻ ഇവരെടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ സീസറിനൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ ധൈര്യത്തെടുത്ത് പറയുന്നത്, സീസറിനെയൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. സീസർ മരിക്കുന്നതിൻ്റെ ആ ഒരു വിഷ്വൽസും അവർ അതിൻ്റെ പ്രക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവരും ഡിലോട്ടിനകത്ത് എടുത്ത് കാണിച്ചും തന്നിട്ടുണ്ട്. അപ്പം ഇമോഷണലി ഈ ഒരു മൂവി കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, 1-2 മൊമെൻറ്റുകളിൽ നമ്മുടെ നോവയുടെ ചില സീക്വൻസ് അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ നോവയുടെ അപ്പനായിട്ടുള്ളൊരു ഏപ്പ് മരിക്കുന്ന സമയത്ത് നമ്മുടെ നോവ വന്നിരിക്കുന്ന ഒരു സീനുണ്ട്. അത് പേഴ്സണലി അടിപൊളി സീനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പലരും പറയുന്നുണ്ട് ഇമോഷണലി കണക്റ്റ് ആയിട്ടില്ല, മാങ്ങേണ്ട തേങ്ങണം എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, അവർക്ക് ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് സില്ലി ഏപ്പ് മൂവി ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്, എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന പടങ്ങൾ അടിപൊളി സിനിമകളാവും എന്നുള്ള കാര്യവും ഏകദേശം 100% ഉറപ്പ് തന്നെയാണ്. അത് ഞാൻ ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പല വീഡിയോയ്ക്കകത്തും ടീസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ടൈം ട്രാവൽ എന്നുള്ളൊരു സംഭവം. അത് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഡയറക്റ്റ് ഒറ്റ വാക്കി എടുത്ത് പറയാം, ടൈം ട്രാവൽ ഇല്ല. പക്ഷേ നമുക്കറിയാം 1968 മൂവി ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു മൂവിയുടെ കോർ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കോർ വെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മൂവി സ്പേസിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്നതെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി സ്പേസിനെ, അതായത് നമ്മൾ ട്രെയിലറിനകത്ത് തന്നെ ഒരു കൂടുതൽ സ്പേസിനെ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു പക്ക എൻഡിങ്ങിൽ ആ ഒരു ഇനി നടക്കാൻ പോകുന്ന ആ ഒരു സ്പേസ് എലമെൻറ്റിനെ പറ്റി വ്യക്തമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു എൻഡിങ്ങിലെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ മെയ് എന്നുള്ള ക്യാരക്ടർ ഒരു ആസ്ട്രോനട്ട് ആണോ അല്ലേ എന്നുള്ള നമ്മൾ പല തിയറിക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫൈനലി കൺഫേം ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവർ ഇനി എന്ത് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു വലിയ സംഭവം തന്നെയാണ് നെക്സ്റ്റ് മൂവിക്കകത്ത്. അതായത് ഈ സ്പേസിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരിനി ഭൂമിയിലോട്ട് വരാൻ പോവുകയാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് ഈ ഒരു എയ്പ്സിന് വരാൻ പോകുന്ന ആപത്തെന്നൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലാവും. അപ്പം ഇനി നമ്മുടെ നോവ എന്ത് ചെയ്യാൻ പോകുന്നു, അതേപോലെ ഇനി ഒരു നെക്സ്റ്റ് മൂവിക്കകത്ത് ടൈം ട്രാവൽ ടീസ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം ഈ ഒരു എൻഡിങ്ങിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹാർഡ് ഡിസ്കിനെ പറ്റിയിട്ടൊക്കെ മൂവിക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ഈ ഒരു സാറ്റലൈറ്റ് എന്താണ്, അതേപോലെ തന്നെ ഈ ഒരു സ്പേസിനകത്തോട്ട് ഇവർക്ക് വന്ന സിഗ്നൽ എന്താണ്, ഇതിനെയൊക്കെ പറ്റി നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റൂ. ഇതിനകത്ത് ഇതിന് വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഓവറോൾ ഒരു ഒറിജിനൽ 1968 മൂവീസ് ഫ്രാഞ്ചൈസി തൊട്ട് ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവി എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആസ് എ ഒരു നോർമൽ ഓഡിയൻസോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സീസണിൻ്റെ ട്രാളജി മാത്രം ഫോളോ ചെയ്തവർക്കോ ഈ ഒരു മൂവി അത്ര സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യത കുറവാണ്. പക്ഷേ ചിലർക്ക് ഇങ്ങനെ വിഷ്വൽസ് മാത്രം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു പടം ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലാതെ സ്റ്റോറി കാര്യത്തിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു മൂവിക്കകത്ത് ഒന്നും കാണിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. കാരണം
ഈ ഒരു പടം കൊണ്ട് എന്തായാലും നമ്മുടെ നോവ അല്ലെങ്കിൽ ആ ഒരു കേപ്പിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല. നമ്മുടെ സീസണിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമ്മുടെ ഡോൺ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു 3 മൂവിയിൽ കിട്ടിയിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്തായാലും ഈ ഒരു ഒറ്റ പടം കൊണ്ട് നമ്മുടെ നോവയ്ക്ക് കിട്ടാനും പോകുന്നില്ല. എക്സ്ട്രാ 2 മൂവി വരുന്നുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഓൾമോസ്റ്റ് അവർക്ക് ആ ഒരു ക്യാരക്ടറിനെ ഒട്ടും നശിപ്പിക്കാതെ തന്നെ ഡീസൻ്റായിട്ട് തന്നെ ഈ ഒരു പടത്തിൽ കൂടെ ഒരു ഇൻട്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദീപ്സ് എന്നുള്ള ഈ ഒരു മൂവിനെ പറ്റി എടുത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു പടത്തിന് വേണ്ടി ഞാൻ മരണം എക്സൈറ്റഡ് ആണ്. അപ്പം ആരൊക്കെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ നിങ്ങൾ ഈ ഒരു മൂവി ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ് ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയി കണ്ട് നോക്കണം. അതിനു മുമ്പേ ഞാൻ ഒന്ന് പറയാം, ജസ്റ്റ് നമ്മുടെ ഈ അറ്റ്ലീസ്റ്റ് സീസണിൻ്റെ ട്രയലറെങ്കിലും കണ്ടിട്ട് പോയി കാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു ഒറിജിനൽ 5 മൂവി, അതായത് നമ്മുടെ 1968 തൊട്ട് വന്നിട്ടുള്ള ഒരു 5 മൂവി കണ്ടിട്ട് നമ്മുടെ സീസണിൻ്റെ 3 ട്രയോളജിയും കണ്ടിട്ട് ഈ ഒരു പടം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി പറയുവാണ്. നിങ്ങൾക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഇങ്ങനെ ഒരു എയ്പ്സിൻ്റെ സ്റ്റോറിക്കകത്ത് ഇങ്ങനെ സ്പേസ് ടൈം ട്രാവൽ അതേപോലെ ടൈം ഡയലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ താല്പര്യം ഇച്ചിരി കൂടുതൽ തോന്നുന്നവർക്കായിരിക്കും ഈ ഒരു പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അല്ലാത്തവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പടത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പം എന്തായാലും എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ ബൈ പറയുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.